Hi students, next we will discuss another problem of hire purchase system. Hire purchase system interest calculate ചെയ്യുന്ന problems ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. So അതിൽ അടുത്ത മെത്തേഡ് പറയുന്നത് when total cash price and installments are given but the rate of interest is not given. Total cash price തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ്സ് തന്നിട്ടുണ്ട്, പക്ഷേ എന്ത് തന്നിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു റേഷ്യോസ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാറ്. റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ പ്രോബ്ലം കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് എല്ലാം സെയിം മെത്തേഡാണ്, ക്വസ്റ്റ്യൻ സെയിം ആണെന്ന് വിചാരിക്കുക. ടേക്കിംഗ് ദ റെലവൻറ്റ് ഡാറ്റ ഫ്രം ഇലിസ്ട്രേഷൻ 1 എക്സ്ക്ലൂഡിങ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് തരാതെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം ചെയ്യാം. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? എക്സ് ലിമിറ്റഡ് പർച്ചേസ് മെഷീൻ ഓൺ ഹയർ പർച്ചേസ് ഫ്രം സെഡ് ലിമിറ്റ്. സെയിം പ്രോബ്ലം തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നാണ്. ഇപ്പോൾ January 1, 2016 വാങ്ങിച്ചു, 8,000 ആണ് എന്ത് ഡൗൺ പേയ്മെൻറ്റ്, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റും 8,000 ആണ്. ഇതിൻ്റെ ശരിക്കുള്ള ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 29,800 ആണ്. ഇതിൽ നമുക്ക് 5% തന്നിട്ടില്ല. എന്ത് തന്നിട്ടില്ല? നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നാണ് രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ ഫസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ആദ്യം ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, എത്ര ഇൻട്രസ്റ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും ഡൗൺ പേയ്മെൻറ്റും ഒക്കെ യൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് കണ്ടുപിടിക്കുക. ഹയർ പർച്ചേസ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? 8,000 പ്ലസ് 3 ഇൻസ്റ്റാൾമെൻറ്റ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേപോലെ തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ 3 ഇൻസ്റ്റാൾമെൻ്റ് ആണ് പറഞ്ഞു. അപ്പോൾ 8,000 × 3 24,000. 24,000 പ്ലസ് 38 പ്ലസ് 8,000 എന്ന് പറയുന്നത് 32,000 ആണ്. 30,000 ആണ് നമ്മുടെ എന്ത് വന്നിട്ടുള്ളത്, ഈ പറയുന്ന ഹയർ പർച്ചേസ് പ്രൈസ്. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 29,800 ആണ്. അത് നമുക്കറിയാം. ഡൗൺ പേയ്മെൻറ്റ് 8,000 ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസ് മൈനസ് ക്യാഷ് പ്രൈസ് ആണ് നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ഹയർ പർച്ചേസ് പ്രൈസ് 32,000 ആണ്, ക്യാഷ് പ്രൈസ് 29,800 ആണ്. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,200 ആണ്. നമുക്കൊരു ടേബിൾ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 24,000 ആണ്. ഇതിൽ നമ്മൾ ഹയർ പർച്ചേസ് എമൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ടേബിളിൽ ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഹയർ പർച്ചേസ് എമൗണ്ടാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ക്യാഷ് പ്രൈസാണ് അങ്ങനെ മൈനസ് ചെയ്ത് കൊണ്ടുവന്നത്. ഇവിടെ ഹയർ പർച്ചേസ് എമൗണ്ട്. അപ്പോൾ 32,000 ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ. നമ്മൾ ശരിക്കും 32,000 ആണ് കൊടുക്കാനുള്ളത്. ഒരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 32,000 ആണ്. പക്ഷെ നമ്മളൊരു 8,000 ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. സോ ആദ്യത്തെ വർഷം നമ്മുടെ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് 24,000 ആണ്. ഫസ്റ്റ് ഇയർ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് 24,000 ആണ്. 32,000 മൈനസ് 8,000. അതേപോലെ രണ്ടാമത്തെ വർഷത്തെ ബിഗിനിങ്ങിലുള്ള എമൗണ്ട് എത്രയായിരിക്കും? രണ്ടാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ഈ 32,000 നിന്ന് 8,000 കുറച്ചാൽ എത്ര വരിക? 24,000 ആണ്. ഈ 24,000 നിന്ന് 8,000 മൈനസ് ചെയ്ത എമൗണ്ടാണ് രണ്ടാമത്തെ വർഷം വരിക, അതായത് 16,000. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ മൂന്നാമത്തെ വർഷം ബിഗിനിങ്ങിൽ എത്ര ഉണ്ടാവുക? 16,000 മൈനസ് 8,000. 8,000 ആണ് മൂന്നാമത്തെ വർഷം ബിഗിനിങ്ങിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ നമ്മൾ ഒരു എമൗണ്ട് കണ്ടുപിടിച്ചു, ഓരോ വർഷത്തെയും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. ഹയർ പർച്ചേസ് പ്രകാരം ആദ്യത്തെ വർഷം ആദ്യത്തെ വർഷം അവസാനം ആവുമ്പോൾ, അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയത്ത് ഡ്യൂ ആവുന്ന എമൗണ്ട് 24,000 ആണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞാൽ 16,000 ആണ്. പിന്നെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞാൽ 8,000 ആണ്. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞാൽ 0. അങ്ങനെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുന്തോറും നമുക്ക് കൊടുക്കാനുള്ള പൈസ കുറഞ്ഞ് വരും. ഇത് നമുക്കൊരു റേഷ്യോയിലേക്ക് എഴുതാം.
24:16:8 എന്ന് പറയുമ്പോൾ നമുക്ക് 3:2:1 എന്നുള്ള റേഷ്യോയിലേക്ക് വരും. അത് ചെറുതാക്കുന്ന സമയത്ത് 3:2:1 എന്നുള്ള റേഷ്യോ ആണ് വരിക. അപ്പോൾ നമുക്കിതിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 2200 ആണ്. അതിനെ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. റേഷ്യോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സംഖ്യേനെ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ചെറുതാക്കുക. അപ്പോൾ ഇവിടെ 8 × 2 16, 8 × 3 24 ആണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ 1:2:3 എന്നാണ് വരിക ഈ റേഷ്യോ എന്ന് പറയുമ്പോൾ. റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, ചെറുതാക്കുക മൂന്നും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റിനെ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മതി. 2200-നെ 3/6 ആണ്. ആദ്യത്തെ വർഷത്തെ റേഷ്യോ എത്രയാണ്? 3. ടോട്ടൽ റേഷ്യോ എത്രയാണ്? 3 + 2 + 1 എത്രയാണ്? 6. 3/6 1100. രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത് 2200-നെ 2/6 കൊണ്ട് ചെയ്യാം, 733 കിട്ടും. മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നത് 361 കിട്ടി. എങ്ങനെയാണ്? 2200 × 1/6. അപ്പോൾ മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടെത്തി. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് തരാതെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുമില്ല, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല, ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓരോ വർഷത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമ്മുടെ എത്ര പൈസ കൊടുക്കാനുണ്ട്? ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 24,000 ആണ്. രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ 16,000 ആണ്. തുടക്കത്തിൽ ബിഗിനിങ്ങിൽ. മൂന്നാമത്തെ വർഷത്തിൽ 8,000 ആണ്. അത് കഴിഞ്ഞ തുടക്കത്തിൽ മൂന്നാമത്തെ വർഷം കഴിയുന്തോറും പിന്നെ 8,000 കൊടുത്ത് ബാലൻസിന് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ 3 ഇതായിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ വർഷം ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിന് മുന്നേ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട്. സോ ഡൗൺ പേയ്മെൻറ്റ് അടച്ച പൈസയാണ് ഫസ്റ്റ് ഇയറിൽ വരിക. രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചതിന് ശേഷമുള്ള പൈസ. മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചതിന് ശേഷമുള്ള പൈസ. അങ്ങനെ ഓരോ വർഷം ഡ്യൂ ആവുന്ന എമൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 24:16:8 എന്ന് പറഞ്ഞൊരു റേഷ്യോ കിട്ടും. അതിനെ ചെറുതാക്കുമ്പോൾ 3:2:1 എന്നാണ് വരിക. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് 2200 ആണ്. അത് ഈ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ 2200 കിട്ടും. 367 + 733 + 1100. ഇത് എളുപ്പമാണ് ചെയ്യാൻ, നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. ഈ മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് അടുത്ത വരുന്നത്. അത് നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആന്വിറ്റി ടേബിൾ ആൻഡ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ആന്വിറ്റി ടേബിൾ. ആന്വിറ്റി ടേബിളിൻ്റെ സഹായത്തോട് കൂടിയിട്ടും ആന്വിറ്റി ടേബിളിൻ്റെ ഇല്ലാതെയും സഹായത്തോട് കൂടിയും ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ഇലസ്ട്രേഷൻ 3 ആണ് നെക്സ്റ്റ്. നമുക്ക് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ടോട്ടൽ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം, ടോട്ടൽ ക്യാഷ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം. സോ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ക്യാഷ് പേയ്മെൻറ്റ്. അതായത് ക്യാഷ് പ്രൈസിനെ നമ്മൾ ഓരോ വർഷത്തെ ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ രണ്ടാമത്തെ മെത്തേഡിൽ ഇൻട്രസ്റ്റ് തന്നിട്ടില്ല എങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ച് കൊണ്ടുവരിക. ആദ്യത്തെ വർഷം 8,000, രണ്ടാമത്തെ വർഷത്തെ 8,000, മൂന്നാമത്തെ വർഷത്തെ 8,000, അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. അപ്പം നമുക്കൊരു റേഷ്യോ കിട്ടും. ആ റേഷ്യോ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. ഓക്കെ.